അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖളാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. ഇന്നത്തെ ദർസിൻ്റെ വിഷയം മാതാപിതാക്കളോടുള്ള സൽപെരുമാറ്റം എന്നതാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞ കാര്യമാണിത്. സൂറ ബനി ഇസ്രായീൽ 24-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, തന്നെയല്ലാതെ മറ്റാരെയും നിങ്ങൾ ആരാധിക്കരുതെന്ന് നിന്റെ നാഥൻ ശക്തമായ ആജ്ഞ നൽകിയിരിക്കുന്നു. മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറണമെന്നും അവർ രണ്ടുപേരിൽ ഒരാളോ അല്ലെങ്കിൽ രണ്ടുപേരുമോ നിന്റെ അടുക്കൽ നിന്റെ ജീവിതകാലത്ത് വാർദ്ധക്യം പ്രാപിക്കുകയാണെങ്കിൽ നീ അവരോട് ഛേ എന്ന് പോലും പറഞ്ഞു പോകരുത്. നീ അവർ രണ്ടുപേരോടും കയർത്ത് സംസാരിക്കുകയും അരുത്. അവർ രണ്ടുപേരോടും മാന്യമായ വാക്ക് പറയുക. ഈ വചനത്തിൽ തൗഹീദിനോടൊപ്പം മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറണമെന്ന് ചേർത്ത് പറഞ്ഞതിലൂടെ മാതാപിതാക്കളോടുള്ള കടമയുടെ ഗൗരവം മനസ്സിലാക്കാം. തുടർന്ന് അല്ലാഹു പറയുന്നു, നീ അവർക്ക് വിനയത്തിൻ്റെ ചിറക് താഴ്ത്തി കൊടുക്കുക. എൻ്റെ നാഥ, അവർ രണ്ടുപേരും എന്നെ ചെറുപ്രായത്തിൽ പോറ്റി വളർത്തിയതുപോലെ നീയും അവർക്ക് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക. മാതാപിതാക്കളോടുള്ള കടമകളെക്കുറിച്ച് വിവരിച്ചിട്ടുള്ള ചില സുപ്രധാന ഹദീസുകൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. അൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദിൻ ഖാല സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അമലി അഫ്ളൽ ഖാല അസ്സലാത്തു ലിവഖ്തിഹ ഖാല ഖുൽതു സുമ്മ അയ്യുൻ ഖാല ബിർറുൽ വാലിദൈനി ഖാല ഖുൽതു സുമ്മ അയ്യുൻ ഖാല അൽ ജിഹാദു ഫി സബീലില്ലാഹ്. സഹീഹ് മുസ്ലിം. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് ചോദിച്ചു, അള്ളാഹുവിങ്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മമേതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമയബന്ധിതമായി നമസ്കാരം നിർവഹിക്കൽ, കൃത്യമായി സമയത്ത് നമസ്കാരം അനുഷ്ഠിക്കൽ. ഞാൻ ചോദിച്ചു, പിന്നീടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കൽ. ഞാൻ ചോദിച്ചു, പിന്നീടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദ്. മുആവിയത്ത് ഇബ്നു ജാമിയ അസ്-സുലമി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, അള്ളാഹുവിൻ്റെ പ്രീതിയും പരലോകവും കാംക്ഷിച്ച് കൊണ്ട് അങ്ങയോടൊപ്പം ജിഹാദിൽ പങ്കെടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അദ്ദേഹത്തോട് ചോദിച്ചു, നിൻ്റെ മാതാവ് ജീവിച്ചിരിപ്പുണ്ടോ? ഞാൻ പറഞ്ഞു, അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, നീ തിരിച്ചു പോവുക, എന്നിട്ട് അവരോട് നല്ല രീതിയിൽ വർത്തിക്കുക. ഈ സഹാബി വീണ്ടും റസൂൽ തിരുമേനിയുടെ വലതുഭാഗത്ത് വന്നും ഇടതുഭാഗത്ത് വന്നും പിന്നീട് മുമ്പിൽ വന്നും ഒക്കെ ഇങ്ങനെ ചോദിക്കുകയുണ്ടായി. അപ്പോഴെല്ലാം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ഈ മറുപടി തന്നെയാണ് നൽകിയത്. എന്നിട്ട് അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുകയുണ്ടായി, മാതാവ് ജീവിച്ചിരിപ്പുണ്ടോ? ഞാൻ പറഞ്ഞു, അതേ അള്ളാഹുവിൻ്റെ റസൂലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, നിനക്ക് നന്മയുണ്ടാവട്ടെ, നീ അവരുടെ പാദങ്ങളെ മുറുകെ പിടിക്കുക, അവിടെയാണ് സ്വർഗം. ഈ രണ്ട് ഹദീസുകളിലും ജിഹാദിനേക്കാളും പ്രാധാന്യം നൽകിയത് മാതാപിതാക്കളെ സേവിക്കലാണ്. ഇക്കാലത്ത് നാം ഓരോരുത്തരും തന്നെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് ചോദിച്ചു, ജനങ്ങളിൽ വെച്ച് ഞാൻ ഏറ്റവും കൂടുതൽ നല്ല നിലയിൽ വർത്തിക്കേണ്ടത് ആരോടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, നിൻ്റെ മാതാവിനോട്. അദ്ദേഹം ചോദിച്ചു, പിന്നീടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിൻ്റെ മാതാവിനോട്. അദ്ദേഹം വീണ്ടും ചോദിച്ചു, പിന്നീട് ആരോടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, നിൻ്റെ മാതാവിനോട്. 4-ാം തവണ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, നിൻ്റെ പിതാവിനോട്. മറ്റൊരു റിവായത്തിൽ ഹദ്റത്ത് ഹുസൈബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഒരിക്കൽ ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തിരുമേനി അടുക്കെ ഇരിക്കുകയായിരുന്നു.
അപ്പോൾ ബനു സൽമ എന്ന ഗോത്രത്തിൽ നിന്നും ഒരാൾ വന്നു. മാതാപിതാക്കളുടെ മരണത്തിന് ശേഷം അവർക്കായി ഞങ്ങൾ വല്ലതും ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചു. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഉണ്ട്. നീ അവരുടെ മഗ്ഫിറത്തിനായി ദുആ ചെയ്യുക, അവർ ചെയ്ത വാഗ്ദാനങ്ങളെ പൂർത്തിയാക്കുക, അവരുമായി ബന്ധപ്പെട്ടവരോട് ബന്ധം പുലർത്തുക, അവരുടെ സ്നേഹിതന്മാരോട് മാന്യമായ രീതിയിൽ പെരുമാറുകയും ചെയ്യുക. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, മറ്റൊരാൾക്കും നിങ്ങൾ അടിമപ്പെടരുത് എന്നും മാതാപിതാക്കളോട് നിങ്ങൾ ദയ കാണിക്കണമെന്നും അള്ളാഹു ആഗ്രഹിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ മാതാപിതാക്കളുടെ പരിപാലനം എത്ര മഹത്തരമാണ്. മനുഷ്യൻ കുട്ടിയായിരിക്കുമ്പോൾ യാതൊരു ശക്തിയുമില്ലാത്ത അവസ്ഥയിൽ മാതാവ് എന്തെല്ലാം സേവനങ്ങളാണ് ചെയ്യുന്നത്. മാതാവിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിക്കാനായി പിതാവ് അവരെ എങ്ങനെയാണ് സഹായിക്കുന്നത്. അള്ളാഹു അവൻ്റെ കാരുണ്യം കൊണ്ട് മാത്രം ദുർബലനായ സൃഷ്ടിയെ പരിപാലിക്കാൻ 2 കേന്ദ്രങ്ങളെ സൃഷ്ടിക്കുകയും തൻ്റെ സ്നേഹത്തിൻ്റെ പ്രകാശത്തിൽ നിന്നും ഒരു പ്രതിഫലനം അവരിൽ നിക്ഷേപിക്കുകയും ചെയ്തു. പക്ഷേ ഓർക്കുക, മാതാപിതാക്കളുടെ സ്നേഹം താൽക്കാലികമാണ്, അള്ളാഹുവിൻ്റെ സ്നേഹം യഥാർത്ഥമാണ്. അള്ളാഹുവിങ്കിൽ നിന്ന് മനുഷ്യ ഹൃദയങ്ങളിൽ സ്നേഹം ഇട്ടുകൊടുക്കാത്തതുവരെ ഒരു വ്യക്തിക്കും, അവൻ സുഹൃത്താകട്ടെ, സമസ്ഥാനീയനാകട്ടെ, ഭരണാധികാരിയാകട്ടെ, ആരെയും സ്നേഹിക്കാൻ കഴിയില്ല. മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികളോട് അത്തരമൊരു സ്നേഹം ഉണ്ടായിരിക്കുക എന്നത് അള്ളാഹുവിൻ്റെ പരിപാലനത്തിൻ്റെ, റുബൂബിയത്തിൻ്റെ പൂർണ്ണതയുടെ രഹസ്യമാണ്. അവർ കുട്ടികളെ സംരക്ഷിക്കുന്നതിൽ എല്ലാവിധ ദുരിതങ്ങളും സ്വമനസ്സാലെ സഹിക്കുന്നു. കുട്ടികളുടെ ജീവിതത്തിന് വേണ്ടി മരിക്കാൻ പോലും അവർ മടിക്കില്ല. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് ഖാമിസ് അയ്യദഹുല്ലാഹു തആല ബിൻ നസ്രിൽ അസീസ് പറയുന്നു, കുട്ടികൾ അനുസരണമില്ലാത്തവരാണ് എന്നും അവർ കടമകൾ നിർവഹിക്കുന്നില്ല എന്നും മാത്രമല്ല അക്രമം കാണിക്കുകയും ചെയ്യുന്നു എന്നുവരെ ചിലപ്പോൾ പരാതികൾ വരാറുണ്ട്. വിദ്യാഭ്യാസമില്ലാത്ത കുട്ടികളുടെ മാതാപിതാക്കൾ വന്നിട്ടല്ല ഈ പരാതി പറയുന്നത്, മറിച്ച് വിദ്യാസമ്പന്നരും സംസ്കാരമുള്ളവരുമായ കുട്ടികളുടെ മാതാപിതാക്കളാണ് ഈ പരാതിപ്പെടാറുള്ളത്. അവർ മാതാപിതാക്കളുടെ മേൽ കയ്യേറ്റം ചെയ്യുന്നതിന് പോലും മടിക്കുന്നില്ല എന്നുവരെ പറയുന്നു. പ്രത്യേകിച്ച് സ്വത്തിൻ്റെ വിഷയങ്ങൾ വരുമ്പോഴാണ് മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്നത്. മാതാപിതാക്കളുടെ ജീവിതകാലത്ത് തന്നെ മക്കൾക്ക് അവരുടെ സ്വത്തിൽ ശ്രദ്ധ വരുമ്പോൾ ഈ മോശം പെരുമാറ്റങ്ങൾ ആരംഭിക്കുന്നു. മാതാപിതാക്കൾ കുട്ടികൾക്ക് സ്വത്ത് നൽകിക്കഴിഞ്ഞാൽ അവരിൽ നിന്ന് കൂടുതൽ കഷ്ടപ്പാടുകൾ തുടങ്ങുന്നു. സ്വത്തിൻ്റെ ഉടമകളായിരുന്ന അതേ മാതാപിതാക്കൾ ചില കുട്ടികൾക്ക് സ്വത്ത് നൽകിയ ശേഷം തെരുവിലിറങ്ങേണ്ടി വരുന്ന സാഹചര്യങ്ങളും നമ്മുടെ ഇവിടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെയും ഈ രാജ്യത്തും സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ കൗമാരത്തിലേക്ക് കടക്കുന്ന കുട്ടികൾ മോശമായ പെരുമാറ്റത്തിൽ വർദ്ധിച്ചു വരുന്നു. കാരണം ഇവിടെ പൊതുവെ പറയപ്പെടുന്നത് കുട്ടികൾ ഒരു പ്രായത്തിൽ എത്തിയാൽ സ്വതന്ത്രരാണ് എന്നാണ്. അതുകൊണ്ട് മാതാപിതാക്കളോടുള്ള ആദരവ് പഠിപ്പിക്കാത്ത ഈ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ ഇവിടെ കുട്ടികൾക്കുള്ള ഈ സ്വാതന്ത്ര്യം, അത് മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കാത്തതാണ്, മാതാപിതാക്കളുടെ അന്തസ്സ് നിലനിർത്താത്തതാണ്. ഇത് വിദ്യാഭ്യാസവും പുരോഗതിയുമല്ല, മറിച്ച് അജ്ഞതയാണ്. ഇസ്ലാമിൻ്റെ അധ്യാപനം വളരെ മനോഹരമാണ്. അതിതാണ് മാതാപിതാക്കളോട് ഇഹ്സാൻ, ഉത്തമമായ രീതിയിൽ പെരുമാറുക, അവരെ ആദരിക്കുക, അവരോട് ചേ എന്ന് പോലും പറയരുത്. ഇത് മാതാപിതാക്കളുടെ ആദരവ് നിലനിർത്തുന്നു. മാതാപിതാക്കളുടെ നന്മയ്ക്ക് പകരം നന്മ കൊണ്ട് വീട്ടാൻ ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇഹ്സാൻ എന്നതിനർത്ഥം ഏറ്റവും മികച്ചത് ആയ ഒരു പ്രവൃത്തി ചെയ്യുക എന്നതാണ്. അല്ലാത്ത പക്ഷം മാതാപിതാക്കളുടെ നന്മയ്ക്ക് പകരം വീട്ടാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ ഇഹ്സാന് പകരം വീട്ടാൻ വേണ്ടി അള്ളാഹു കുട്ടികൾക്ക് നൽകിയ മനോഹരമായ ഒരു ഉപദേശം ഇതാണ്. ഹുസൂർ പറയുകയാണ്, അള്ളാഹു പറയുന്നു, മാതാപിതാക്കൾക്ക് വേണ്ടി ഈ പ്രാർത്ഥന നടത്തുക. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. എൻ്റെ രക്ഷിതാവേ, അവർ എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയതുപോലെ നീ അവരോട് കരുണ കാണിക്കണമേ. അതുകൊണ്ട് ഇസ്ലാം ഒരു മുസ്ലിമിനെ മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറുന്നതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഉത്തമ സ്വഭാവ ഗുണമാണിത്. ഒരു മുസ്ലിം തൻ്റെ മാതാപിതാക്കളോട് കാണിക്കേണ്ട ഉയർന്ന നിലവാരം ഇതായിരിക്കണം. ഈ പ്രാർത്ഥന അവരുടെ ജീവിതകാലത്തേക്കുള്ള പ്രാർത്ഥന മാത്രമല്ല,
നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഹുസൂർ പറയുന്നു, ഈ പ്രാർത്ഥന അവരുടെ ജീവിതകാലത്തേക്ക് ഉള്ള പ്രാർത്ഥന മാത്രമല്ല, മാതാപിതാക്കളുടെ മരണശേഷം അവരുടെ പദവികൾ ഉയർത്തുന്നതിനുള്ള പ്രാർത്ഥന കൂടിയാണിത്. അതായത്, ഒന്ന്, ജീവിതത്തിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് സംഭവിച്ച കുറവുകളെ ഈ പ്രാർത്ഥനയിലൂടെ അള്ളാഹു പൂർത്തിയാക്കുകയും അവരെ അവൻ്റെ പ്രത്യേക കാരുണ്യത്തിൽ വെക്കുകയും ചെയ്യട്ടെ എന്ന്. രണ്ട്, ഈ കാരുണ്യത്തിൻ്റെ ബന്ധം അടുത്ത ലോകത്തും തുടരുകയും അള്ളാഹു അവരുടെ പദവികൾ ഉയർത്തുകയും ചെയ്യട്ടെ. ഖുത്ബ 26 ജൂലൈ 2013. അള്ളാഹു നമുക്ക് മാതാപിതാക്കളോടുള്ള കടമ അതർഹിക്കും വിധം നിറവേറ്റാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.